സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ മരണം. വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചത്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഇത് കൃത്യമായി എവിടെയാണ് സംഭവം നടന്നത്? വിശദാംശങ്ങൾ എന്താണ് കമൽ? മോത്തി, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയാണ് ഈ നൂൽപ്പുഴ മേഖല. അവിടെ കാപ്പാട് സ്ഥലത്ത് ഇന്നലെ വൈകിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. മനു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽ പെട്ടത് എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കാട്ടാന മനുവിനെ എടുത്തെറിഞ്ഞു എന്നും പറയുന്നു. എന്തായാലും വനപാലകർ സ്ഥലത്തുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഒരു ജീവൻ കൂടി കാട്ടാനാക്രമണത്തിൽ ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപാണ് വയനാട്ടിൽ അതിനു മുൻപ് കടുവയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടത്. കമൽ, ശബ്ദം വ്യക്തതയില്ല. ഞാൻ ഒരിക്കൽ കൂടി കമലിലേക്ക് വരാം. അതായത് ഈ സംസ്ഥാനത്ത് വീണ്ടും ഒരു കാട്ടാന ആക്രമണം കൂടി ഉണ്ടായിരിക്കുകയാണ്. വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലാണ് സംഭവം. മനു ആണ് മരിച്ചത്. അതിന്റെ വിശദാംശങ്ങളാണ് കമൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം തമിഴ്നാടിനോട് അടുത്ത മേഖലയാണ് ഈ നൂൽപ്പുഴ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ സംഭവം നടന്നതെന്നാണ് കമൽ പറയുന്നത്. ടെലിഫോൺ ലൈനിലെ പ്രശ്നം കൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാമെന്ന് കരുതിയത്. കമൽ, പറയൂ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയായ നൂൽപ്പുഴ പഞ്ചായത്തിലെ കാപ്പാട് എന്ന സ്ഥലത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ വൈകിട്ടായിരുന്നു ആക്രമണം. ഈ കാപ്പാട് സ്വദേശിയായ മനു എന്ന യുവാവിനെയാണ് കാട്ടാന എടുത്തെറിഞ്ഞത്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴായിരുന്നു ആക്രമണം എന്നാണ് പറയുന്നത്. എന്തായാലും പ്രദേശത്ത് വനപാലകർ എത്തിയിട്ടുണ്ട്. വനമേഖലയാണ്, രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയാണ്. സ്ഥിരമായി ആന ഇറങ്ങുന്ന മേഖലയാണ്. പക്ഷേ എങ്ങനെയാണ് ഇന്നലത്തെ സംഭവം ഉണ്ടായതെന്ന് കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത്. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. മോദി. ശരി കമൽ, തുടർച്ചയായി ഇതുപോലെ വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന സംഭവമാണ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ വയനാട് നൂൽപ്പുഴ കാപ്പാടാണ് സംഭവം. നിരവധി സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു. പരിഹാരം ആവശ്യപ്പെടുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴും ഇടപെടൽ കാര്യമായി ഉണ്ടാവുന്നില്ല. അതിനിടയ്ക്കാണ് വിജയരാഘവനെ പോലെയുള്ളവർ പറയുന്നത് പല വീടുകളുടെയും ശീതീകരിച്ച കിടപ്പുമുറിയിൽ വരെ പുലി എത്തുന്നുണ്ട്. അപ്പോഴാണ് ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞ് വളരെ നിസ്സാരവൽക്കരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാനാവുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇതിന്റെ സീരിയസ്നെസ് ആർക്കും മനസ്സിലാവാത്തത്, ഇതിന്റെ ഗൗരവം ആർക്കും മനസ്സിലാവാത്തത് എന്ന്. കമൽ, വനപാലകർ എന്ത് നടപടികൾ സ്വീകരിച്ചു? സ്ഥലത്തിപ്പോൾ എന്താണ് അവസ്ഥ? ഇന്ന് രാവിലെ മാത്രമാണ് മോത്തി ഈ വിവരം പുറത്തറിയുന്നത്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളൊക്കെ ആകുന്നതേ ഉള്ളൂ. ഇനി സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചായിരിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. ആദിവാസി മേഖലയാണ്. ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള യുവാവാണ് കൊല്ലപ്പെട്ടത്. സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് കാട്ടാനയുടെ ഈ ആക്രമണം ഉണ്ടായത്. എന്തായാലും തുടർ നടപടികൾ അല്പസമയത്തിനുള്ളിൽ ലഭിക്കും. ഏതായാലും തുടർ നടപടികൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവാണ് മനു. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് കാട്ടാന എടുത്തെറിയുകയായിരുന്നു മനുവിനെ എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയും വരാനുണ്ട്. വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ യുവാവ് മനുവാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഇതാ വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിലെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. വയനാട് നൂൽപ്പുഴയിൽ. അതിന്റെ വിശദാംശങ്ങളാണ് കമൽ നൽകിയത്. അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന മേഖലയാണ് വയനാട്, നമുക്കറിയാം. പക്ഷേ അപ്പോഴും വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ ദുഃഖകരം. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ കുറച്ച് കൂടുതൽ വ്യക്തതയുടെ ആവശ്യമുണ്ട്. എങ്ങനെയാണ് കാട്ടാന ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നത്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് കമൽ നൽകിയത്. ഓരോ ദിവസവും കാട്ടാന ആക്രമണം, വന്യജീവികളുടെ ആക്രമണവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് നിലവിൽ ഉള്ളത്. കടയിൽ പോയി വരുമ്പോഴാണ് ഉന്നതിയിലെ മനു എന്ന യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടാവാറുണ്ട്, ശാശ്വത പരിഹാരം ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ പരിഹാരം എന്നത്, ഈ പരിഹാരം ആവശ്യപ്പെടുന്നവർക്കും വ്യക്തതയില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. കാരണം അവർക്കറിയില്ല, അവർക്കിതിൽ നിന്നൊരു പരിഹാരമാണ് വേണ്ടത്. പക്ഷേ ഇത് പരിഹരിക്കാൻ കഴിയുന്നത് നമ്മുടെ അധികൃതർക്കാണ്, ഭരണകർത്താക്കൾക്കാണ്. അവർക്ക് തീർച്ചയായും കഴിയും ഇത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നത് കണ്ടെത്താൻ, ഒരു പഠനം നടത്തി വേണ്ട വിധത്തിൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അതിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഒപ്പം
ദിവസവും പരിഹസിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ജീവൻ പൊലിയുന്ന സന്ദർഭത്തിലും എങ്ങനെയാണ് ഇത്തരത്തിൽ പരിഹാസപൂർവ്വം സംസാരിക്കാൻ കഴിയുന്നത് എന്ന് എത്ര ആലോചിച്ചാലും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പരസ്യമായി മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്, ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്താണ് ചെയ്യുക, അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിപ്പുകേടാണ് എന്ന് മാത്രമേ നിങ്ങൾ പറയൂ എന്ന് വളരെ പരസ്യമായി ആക്ഷേപിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത്. കമൽ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കിതാ ലഭ്യമാകുന്നുണ്ട്. കമൽ, സ്ഥലത്ത് ആരൊക്കെയാണ് ഉള്ളത്? നമുക്ക് ദൃശ്യങ്ങളിൽ കുറച്ചു പേർ നിൽക്കുന്നത് കാണാം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണോ? വിശദാംശങ്ങൾ എന്താണ്? മോദി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് വിവരം പുറത്തറിയുന്നത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വനത്തോട് ചേർന്നുള്ള ഒരു വയൽ പ്രദേശത്താണ് മൃതദേഹം കിടക്കുന്നത്. ഈ മനു കടയിൽ സാധനങ്ങൾ വാങ്ങിയ ശേഷം ഉന്നതിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. എന്താണെങ്കിലും ദാരുണമായ സംഭവമാണ്. കേരള തമിഴ്നാട് അതിർത്തിയാണ്. നൂൽപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട കാപ്പാട് എന്ന സ്ഥലത്ത് വെച്ച്. കമലിലേക്ക് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഈ സംഭവം, ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇത് ഒരുപാട് തവണയായി സംഭവിക്കുന്നു. എണ്ണി തീർക്കാൻ കഴിയുന്നതിലേറെ ആൾക്കാർക്ക് ജീവഹാനി സംഭവിക്കുന്നു. വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി. വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനു എന്ന ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മരിച്ചിരിക്കുന്നത്.